കട്ടായി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡിലാണ്. ഇത് എൻ്റെ ചങ്ങായിയാണ്, പേര് അബ്ദുള്ള. അപ്പോൾ കണ്ടിട്ടുണ്ടാവും, കാര്യമായ നടനാണ്, നാച്ചുറൽ ആക്ടറാണ്. അപ്പോൾ നമ്മൾ ഒരു കണ്ടന്റ് ഇടണോ? അല്ല, നടൻ പറഞ്ഞ് മനസ്സിലായിട്ടല്ലോ എന്ത് സംഭവം. അപ്പൊ നടൻ എന്ന് പറഞ്ഞത് ആക്ടറാണ്, മനസ്സിലായ? നിനക്ക് മാറിപ്പോയതായിട്ടുണ്ടാവും. അപ്പോൾ ഹാൻസം, എല്ലാവരും ഒരു ബിരുദ് കിട്ടുന്നത് നമ്മളെ ഒരു ഹാൻസം ആക്ടർ എന്ന് പറഞ്ഞിട്ട് അല്ല. അപ്പൊ നമ്മളെ നാച്ചുറൽ ആക്ടർ, പിന്നെ ഒരു നാച്ചുറൽ ആക്ടർ ഇംതിയാസ് വണ്ടിയിൽ കയറുന്നുണ്ട്. പിന്നെന്ത് വിശേഷമല്ലോ? ഇംതിയാസ് ബ്ലോഗാണ് യൂട്യൂബിലേക്ക്. അപ്പൊ ഒരു ഹായ് ആക്കിയ. പണ്ടൊരു കോടീശ്വരനായിരുന്നു, വെറു ചായ കുടിച്ചിട്ട് 15 ലക്ഷം നഷ്ടമായ ഒരു വ്യക്തിയാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ആക്കണം നമ്മളെ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. അപ്പൊ ചില ആൾക്കാർക്ക് നമ്മളെ വീഡിയോ റിയാലിറ്റി ഫീൽ ആയിട്ട് തോന്നുന്നു. തമാശ രീതിയിൽ നിങ്ങൾ ഏറ്റെടുക്കണം. ആരും അതിനെ സീരിയസ് ആക്കാൻ പാടില്ല, മനസ്സിലായ? അത് നമ്മളെ കണ്ടന്റ് ആണ്. അഭിപ്രായം പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ആക്കിയത് ഇങ്ങനെ ആക്കിയത് കോമഡി ആയിട്ട് ഏറ്റെടുക്കണം, മനസ്സിലായ? ഫൺ എന്ന് പറയുന്നത്, സ്മൈൽ എന്ന് പറയുന്നത് അതൊരു മെഡിസിൻ ആണ്. ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, നോട്ട് ഗോൾ ബട്ട് ഓൺലി മാൻ can a people great and strong man who trust on their sake. I think that I shall never see a poem lovely as a tree whose hungry mouth is pressed against sweet following breast. അതായത് ഇതിന്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ടീം കട്ടായിന്റെ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങളെ മൈൻഡിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും, എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ അതിനെ റിലീസ് ആക്കി തരും. അതാണ് ടീം കട്ടായി. ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ ഗുളിക എഴുതി തരുന്നില്ല. നമ്മളെ ടീം കട്ടായിന്റെ ചാനലിന്റെ പേരാണ്. കട്ടായിന്റെ വീഡിയോ നോക്കിയിട്ട് കുറെ ആളുകൾ BP പോയിന്. അപ്പൊ നമ്മൾ ഇപ്പൊ നീർച്ചാലിക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ഒന്ന് കാണിച്ചു തരാമോ? ഞാൻ നമ്മളെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അങ്ങനെ ഞമ്മ കഞ്ഞപ്പാടി ചായ കുടിക്കാനും